പഴുതടച്ച നീക്കമോ എന്നാണ് ചോദ്യം. പഴുതടച്ച നീക്കം തന്നെയാണ് എന്നതാണ് എൻ്റെ ടേക്ക്. നേരത്തെ പ്രതിപക്ഷം ഉയർത്തിയ ഒരു ആരോപണമുണ്ട്. ആ ആരോപണത്തിന് യഥാർത്ഥത്തിൽ കൃത്യമായ ഒരു പ്ലാൻ കൊണ്ട് മറുപടി നൽകാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ. എന്താണ് മല്ലികാർജ്ജുൻ ഖർഗെ ചോദിച്ചത്? ഈ സർക്കാരിന് ഒരു സ്ട്രാറ്റജി ഇല്ലേ? എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത് ഒരു തിരിച്ചടി കൊടുക്കാൻ? ഈ ചോദ്യത്തിനുള്ള മറുപടി വരും ദിവസങ്ങളിൽ ഉണ്ടാവും. ഞാൻ പറയാം, നമ്മളെ ആകെ ഞെട്ടിച്ച ഉറിയിലെ വലിയ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൻ്റെ ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണം, അതിനെ തുടർന്ന് ഇന്ത്യ തിരിച്ചടിച്ചത് 10 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഉറിയിലെ അറ്റാക്ക് ഉണ്ടാവുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ളൊരു അറ്റാക്ക്. ആ അറ്റാക്കിനെ തുടർന്ന് 2016 സെപ്റ്റംബർ 18 നമുക്കവിടെ നിരവധി സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. ആരും പ്രതീക്ഷിച്ചില്ല 10 ദിവസത്തിനുള്ളിൽ സെപ്റ്റംബർ 29 പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് പാകിസ്ഥാൻ്റെ തീവ്രവാദ ക്യാമ്പുകൾ അടിച്ചു തകർത്താണ് ഇന്ത്യ തിരിച്ചു പോരുന്നത്. ആദ്യമൊന്നും പാകിസ്ഥാൻ അംഗീകരിച്ചില്ല. പക്ഷേ പിന്നീട് പാകിസ്ഥാൻ അംഗീകരിച്ചു, ഞങ്ങളുടെ ചില സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 12 മുതൽ 70 വരെ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ വന്ന് റിപ്പോർട്ട് ചെയ്തത്. വ്യത്യസ്ത കണക്കുകളായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ 10 ദിവസം കൊണ്ടാണ് തിരിച്ചു മറുപടി നൽകിയത്. അതായിരുന്നു 2016. 2019 പുൽവാമയിൽ 41 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട അറ്റാക്ക്. അതിനുശേഷം നമ്മൾ 12 ദിവസമെടുത്തു. ഫെബ്രുവരി 14 2019 പുൽവാമയിൽ നടന്ന അറ്റാക്കിന് നമ്മൾ മറുപടി കൊടുത്തത് 12 ദിവസത്തിനു ശേഷം ഫെബ്രുവരി 26 അന്ന് ബലാക്കോട്ടയിലാണ് നമ്മൾ ആക്രമണം നടത്തിയത്. ബലാക്കോട്ടയിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ ട്രെയിനിങ് സെൻറ്റർ തകർത്തുകൊണ്ടാണ് ഇന്ത്യ കൃത്യമായ മറുപടി നൽകിയത്. ആ മറുപടിയിലും പാകിസ്ഥാൻ ഞെട്ടി. അതിനുശേഷം കഴിഞ്ഞ കുറേ നാളുകളായി അത്തരത്തിലുള്ള പ്രോക്സി വാറിനെ പാകിസ്ഥാൻ ഒളിഞ്ഞും തെളിഞ്ഞും പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഒരു തിരിച്ചടി അവർ ഭയന്നിരുന്നു. അത്രമേൽ ശക്തമായ കരുത്തോടുകൂടി ഒരു സൈന്യത്തെയാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ 10-12 ദിവസങ്ങളായിട്ടും തിരിച്ചടിക്കാത്തത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ നടത്താൻ പോകുന്നത് ഒരു ന്യൂക്ലിയർ ആയുധങ്ങളുള്ള ഒരു രാജ്യത്തിനോടുള്ള ഒരു മിലിറ്ററി അറ്റാക്കാണ്. നമ്മൾ ആ രാജ്യത്തെയല്ല അറ്റാക്ക് ചെയ്യുന്നത്. ആ രാജ്യം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ മണ്ണിൽ വിളഞ്ഞുകൊണ്ടിരിക്കുന്ന തീവ്രവാദത്തിൻ്റെ വേരുകൾ അറുക്കുക എന്നുള്ളതാണ്. അത് പ്രിസിഷൻ ടാർജറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കിന് വേണ്ടിയാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, ഏതെങ്കിലും തരത്തിൽ അത് ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോയാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ്റെ ആർമി ജനറലിനെ, പാകിസ്ഥാൻ ആർമി ജനറൽ, അവിടുത്തെ ISAയുടെ, പാകിസ്ഥാൻ്റെ തീവ്രവാദ ട്രെയിനിങ് സ്ക്വാഡുകളുടെ, ലഷ്കർ-ഇ തോയ്ബയുമായി അടുത്ത് ബന്ധമുള്ളയാളല്ലേ ഈ അസീം മുനീർ. ആ അസീം മുനീറിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ അതിർത്തി കടന്നു വന്നൊരു അറ്റാക്ക് നടത്തിയ ഒരു ഓൾ ഔട്ട് വാറിലേക്ക്, ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോയാൽ എത്ര നാൾ യുദ്ധം നീണ്ടു നിൽക്കും ആർക്കറിയാം. നിലവിലുള്ള കണക്കുകൾ പ്രകാരം ഞാൻ പറയാം, ലോകത്തെ ഞെട്ടിച്ച എല്ലാ യുദ്ധങ്ങളും വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് കരുതിയല്ലേ അമേരിക്ക 1955 ഒരു യുദ്ധം തുടങ്ങിയത് വിയറ്റ്നാമിനെതിരെ. ഒരാഴ്ച കൊണ്ട് അടിച്ചിട്ട് വരാം എന്നായിരുന്നു കരുതിയത്. പക്ഷേ വിയറ്റ്നാമിലെ ആ യുദ്ധം എത്ര കാലം നീണ്ടു നിന്നു? 19 വർഷം നീണ്ടു നിന്നു വിയറ്റ്നാമിൽ. ഒടുവിൽ വിയറ്റ്നാമിനെ തകർക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. പകരം അമേരിക്കയ്ക്ക് അതിന് വലിയ വില നൽകേണ്ടി വന്നു. നമ്മളിപ്പോഴും കാണുന്നില്ലേ റഷ്യ ഉക്രൈൻ യുദ്ധം 3 വർഷമായി. ആ 2023 തുടങ്ങിയതാണ്. 2 വർഷം കഴിഞ്ഞ് 6-7 മാസങ്ങളാവാൻ പോകുന്നു. ഇസ്രായേൽ പലസ്തീൻ 1 വർഷം കഴിഞ്ഞ് 3-4 മാസമാകാൻ പോകുന്നു. നോക്കൂ, തുടർച്ചയായി ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിന് മുൻപ് നമ്മൾ പൂർണ്ണമായി ഹോംവർക്ക് ചെയ്യുക, അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ നടത്താൻ പോകുന്നത് ഒരു സൈനിക നീക്കമാണെങ്കിൽ ആ സൈനിക നീക്കം കരുതലോടുകൂടിയുള്ളതാകണം എന്നുള്ളതാണ് ഇന്ത്യൻ മിലിറ്ററിയുടെ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ മിലിറ്ററി, ഇന്ത്യൻ സേന ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓപ്പറേഷൻ ചൈനയുടെ ഒഴിച്ചു നിർത്തിയാൽ അന്ന് വളരെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നത്. ബാക്കി ഒരു മിലിറ്ററി ആക്ഷനിലും ഇന്ത്യ പരാജയപ്പെടാത്തതിന് കാരണം ഈ പ്ലാനിംഗ് ആണ്. ശക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇന്ത്യ പോകുന്നത്. ഇന്ത്യയുടെ ആർമിക്ക് ഒരു ഡിഫൻസ് പോളിസി ഉണ്ട്. എന്താണ് ഡിഫൻസ് പോളിസി? നമ്മൾ ചൈനയ്ക്കെതിരെ സ്വീകരിക്കുന്ന പോളിസി ആയിരിക്കില്ല പാകിസ്ഥാനെതിരെ. ചൈനയ്ക്കെതിരെ നമ്മൾ സ്വീകരിക്കുന്നത് എന്താ? നമ്മളെതിരെ പറയുന്നത് ഡിസ്വേസീവ് റീസ്ട്രെയിൻസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ഡിസ്വേസീവ് ആയിട്ടുള്ള ഒരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ എടുക്കുക. ആ സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള, അവരെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആർമി ഡിപ്ലോയ്മെൻ്റ് ആയിരിക്കും. പക്ഷേ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ വരുമ്പോഴോ ഒഫൻസീവ് ആയിരിക്കും. നമ്മൾ ആക്രമണോത്സുകമായിട്ടായിരിക്കും പോവുക, പക്ഷേ വ്യക്തമായ പ്ലാനോട് കൂടിയായിരിക്കും പോവുക. ഇവിടെ എന്താണ് പ്ലാൻ? ഇവിടെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ 10 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യ എന്തൊക്കെ ചെയ്തു? എങ്ങനെയാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ തലക്കെട്ടായി മാറിയത്? ഇന്ത്യ ആദ്യം എടുത്ത ഇനിഷ്യേറ്റീവ് എന്താ? നയതന്ത്ര ബന്ധം കട്ട് ചെയ്തുകൊണ്ട് ശക്തമായ മുന്നറിയിപ്പല്ലേ നമ്മൾ നൽകിയത്? നമ്മൾ ഇന്നുവരെ കാണാത്ത രീതിയിൽ, ഒരു യുദ്ധത്തിലും ഇന്നേ വരെ ഇന്ത്യ സ്വീകരിക്കാത്ത രീതിയിലല്ലേ സിന്ധു നദീജല കരാർ നമ്മൾ റദ്ദ് ചെയ്തത്? നമ്മൾ 1971 അത് ചെയ്തോ? 1965 അത് ചെയ്തോ? അപ്പോഴൊന്നും ചെയ്തില്ല. 1999 ചെയ്തോ? ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ
വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ലെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സിന്ധു നദീജല കരാർ റദ്ദാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്. അതുകൊണ്ടു പാകിസ്ഥാന് പൊള്ളി. പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ എന്താ പറഞ്ഞത്? പാകിസ്ഥാന്റെ റെയിൽവേ മിനിസ്റ്റർ എന്താ പറഞ്ഞത്? ബിലാവൽ ഭൂട്ടോ എന്താണ് പറഞ്ഞത്? വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ ചോരപ്പുഴ ഒഴുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്ത്യയുടെ ഡാമുകൾ, നിർമ്മിക്കാൻ പോകുന്ന ഡാമുകൾ ആക്രമിക്കുമെന്ന് പറഞ്ഞു. റഷ്യയിലെ അംബാസിഡർ പറഞ്ഞു ന്യൂക്ലിയർ ആയുധങ്ങൾ വേണ്ടി വന്നാൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. പ്രകോപിപ്പിച്ചത് എന്താ? ഒറ്റ കാര്യമാണ്, ഈ ജലയുദ്ധം ഇന്ത്യ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ ഇൻഡസിൽ നിന്നും ചിനാബിൽ നിന്നും ചലത്തിൽ നിന്നുമുള്ള ജലത്തിന്റെ അളവ് ഇന്ത്യക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന ഒരവസ്ഥയുണ്ടാവുന്നു. ഇൻഡസ് വാട്ടർ റിവർ ട്രീറ്റ് റദ്ദ് ചെയ്യുന്നു. സുപ്രധാനമായ നീക്കമായിരുന്നില്ലേ ഇത്? മിലിറ്ററി ഇതര നീക്കമായിരുന്നില്ലേ? അതിനെ തുടർന്ന് ചൈന പരിഭ്രാന്തിയിലാകുന്നില്ലേ? പഞ്ചാബിലെയും സിന്ധിലെയും കർഷകർ 24% പഞ്ചാബിലെ പോപ്പുലേഷൻ ആശ്രയിച്ചു നിൽക്കുന്നത് ചൈനയുടെ GDP 30% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പഞ്ചാബ് സിന്ധ്യ മേഖലകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാവില്ലേ? ആ പഞ്ചാബിലെയും സിന്ധിലെയും കർഷകർ പഞ്ചാബിലെ സർക്കാരിനെതിരെ രംഗത്തിറങ്ങിയാൽ ഈ നിലവിൽ തന്നെ ദുർബലമായിരിക്കുന്ന പാകിസ്ഥാനിലെ സർക്കാരിനെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഇന്ത്യ അകമേ നിന്ന് തന്നെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്പർ 2, നമ്മൾ പലതവണയും പറഞ്ഞതാണ്, ഇന്ത്യയെ എങ്ങനെ ദുർബലമാക്കാനാണ് പാകിസ്ഥാന്റെ അറ്റാക്ക് ശ്രമിച്ചത്? എന്താണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന TRFന്റെ ജോലി? ഇന്ത്യയെ മിലിറ്ററി പോസ്റ്റ് അറ്റാക്ക് ചെയ്യല്ല, ഇന്ത്യൻ ജനതയുടെ ആത്മവിശ്വാസത്തെ തകർത്ത്, നമ്മളുടെ മതേതര സ്വഭാവത്തെ തകർത്ത്, ഇന്ത്യയുടെ ഐക്യത്തെ തകർത്ത് ഹിന്ദുവും മുസൽമാനും പരസ്പരം ചേരിതിരിഞ്ഞ് പോരാടണം. അതിനുവേണ്ടിയാണ് ഹിന്ദുക്കളെ സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഈ ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക്. പക്ഷേ ഇന്ത്യയിൽ ആരുടെയും ആദിലും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയെ ആ വിപത്തിൽ നിന്ന് രക്ഷിച്ചു. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ പാതി വിജയിച്ച യുദ്ധമാണ് ഇന്ത്യയുടേത്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ 10 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യ എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്ന് ചോദിക്കുന്നവർക്ക് നമ്മുടെ മുമ്പിൽ വിയറ്റ്നാം ഒരു പാഠമാണ്, നമ്മുടെ മുമ്പിൽ റഷ്യ ഉക്രൈൻ ഒരു പാഠമാണ്, നമ്മുടെ മുമ്പിൽ ഇസ്രായേൽ പാലസ്തീൻ ഒരു പാഠമാണ്. എന്തിനേറെ ഉറിയിലെയും ബാലാക്കോട്ടയിലെയും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നമ്മുടെ മുന്നിൽ ഒരു പാഠമാണ്. ആ പാഠത്തിൽ നിന്നാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ ഈ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ഞാൻ 100% ഈ സർക്കാരിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, സൈനിക നീക്കം സുസജ്ജമായ രീതിയിലാണ് സംഘടിപ്പിച്ചുകൊണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന സേനാ വിഭാഗം ഏതാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ പ്രകോപനമുണ്ടാക്കിയ, പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തിയ നീക്കം ഏതു ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? അത് ആർമിയും ഇന്ത്യയുടെ എയർഫോഴ്സും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പാകിസ്ഥാൻ ഭയക്കുന്നതാണ് ഇന്ത്യൻ നേവൽ ഫോഴ്സിന്റെ. എന്താ ഇന്ത്യൻ നേവി പറഞ്ഞത്? ഒരു കടലും കീഴടക്കാൻ പറ്റാത്തതായിട്ടില്ല. എന്നിട്ട് ആരുടെ ചിത്രമാണ് പങ്കുവച്ചത്? INS വിക്രാന്തിന്റെയും സൂറത്തിന്റെയും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകൾ. പാകിസ്ഥാൻ ഒരെണ്ണമില്ല, എണ്ണം പറഞ്ഞ അന്തർവാഹിനികൾ. ഈ പറയുന്ന അറേബ്യൻ ഫ്ലീറ്റ് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഏതു നിമിഷവും പാകിസ്ഥാൻ ഭയക്കുന്നത് ഈ വിമാനവാഹിനി കപ്പലുകളെയാണ്. INS വിക്രാന്തിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങളെയാണ് ഭയപ്പെടുന്നത് പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാന്റെ മുൻപിൽ പാക് ഒക്കുപൈഡ് കാശ്മീർ പിടിക്കുമോ, അതോ ഇപ്പോൾ തന്നെ വിട്ടുനിൽക്കുന്ന ബലൂചിസ്ഥാൻ പിടിക്കുമോ? പാകിസ്ഥാനെ സംബന്ധിച്ച് മിലിറ്ററിക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയ സ്റ്റേറ്റ് ആണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇന്ത്യയുടെ കണക്കുകൂട്ടൽ മറ്റൊരു കാര്യത്തിലാണ്. ഇന്നിപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ ഏറ്റവും പുതിയ ഷോർട്ട് റേഞ്ച് മിസൈലുകൾ വാങ്ങിയിട്ടുണ്ട്. എന്താണ് ഇഗ്ലായിസ് മിസൈലിൻ്റെ പ്രത്യേകത? ഇഗ്ലായിസ് മിസൈലിൻ്റെ പ്രത്യേകത വലിയ ദൂരെ നിന്ന് വരുന്ന വലിയ മിസൈലുകൾ തകർക്കുകയല്ല. നിങ്ങൾക്ക് അതിർത്തിക്കപ്പുറത്ത് നിന്നും ഡ്രോണുകൾ ഉപയോഗിച്ചോ ഹെലികോപ്റ്റർ ഉപയോഗിച്ചോ പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ നടത്തുന്ന ഏത് അറ്റാക്കിനെയും ഒരു ആർമി ജവാന് തൻ്റെ തോളിലുള്ള ഇഗ്ലായിസ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഏത് അർദ്ധരാത്രിയിലും ഈ ഇൻഫ്രാറെഡിൻ്റെ തെർമൽ ഇമേജിംഗ് പ്രോസസ്സ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് അതിനുവേണ്ടി അധിക തയ്യാറെടുപ്പ് നടത്തേണ്ട. അതിർത്തിയിലുള്ള ഓരോ ഗ്രാമങ്ങളിലും വിന്യസിച്ചിരിക്കുന്ന നമ്മുടെ ജവാന്മാരുടെ കയ്യിൽ ഇഗ്ലായിസ് മിസൈലുകൾ, ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ കൊടുത്താൽ മതി. ഈ നീക്കം ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന നീക്കമാണ്. റഷ്യയുടെ കയ്യിൽ നിന്നാണ് മിസൈൽ ഇന്ത്യ വാങ്ങിയിരിക്കുന്നത്. നോക്കൂ, ഈ ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനം ഇന്ത്യ ഒരുക്കുകയാണ്. മറുഭാഗത്തിൻ്റെ വീണ്ടും ഇന്ന് ചിനാബ് നദിയിലെ ഡാമിൽ നിന്ന് വെള്ളം കുറച്ചുകൊണ്ടുള്ള മറ്റൊരു നീക്കം നടത്തുന്നു. ചിനാബ് ഡാമിൽ നിന്നുള്ള വെള്ളം കുറച്ചാൽ ആർക്കാ പ്രശ്നം? പഞ്ചാബ് പ്രവിശ്യക്കാണ് പ്രശ്നം. പഞ്ചാബ് പ്രവിശ്യയിലെ കർഷകർക്ക് പ്രശ്നം വന്നാൽ മറ്റാർക്കാ പ്രശ്നം? അത് സിന്ധിലേക്ക് കൂടി വ്യാപിക്കും. പഞ്ചാബിലെ കർഷകരുടെ പ്രശ്നം പഞ്ചാബിലെ ആഭ്യന്തര വിഷയമായി മാറും. ആഭ്യന്തര വിഷയമായി മാറിയാൽ പാകിസ്ഥാൻ എന്താണോ ഇന്ത്യയെ ഉദ്ദേശിച്ചത്, ഒരു നേഷൻ അറ്റ് എ വാർ, ഒരു നേഷൻ വിത്ത് എ വാർ ഇൻ ഇറ്റ് സെൽഫ്, ആ രാജ്യത്തിനകത്ത് തന്നെ ആഭ്യന്തര യുദ്ധം നേരിടുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറുന്നു എന്നുള്ളതാണ്. ആ നീക്കത്തിന് വേണ്ടിയാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭാഗത്ത് സൈനിക നീക്കം വളരെ ശക്തമാക്കുന്നു, ബങ്കറുകൾ ഒഴിപ്പിക്കുന്നു, വളരെ കൃത്യമായി അതിർത്തിയിൽ നിന്നും ജനങ്ങളെ പൂർണ്ണമായിട്ടും സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണ കൊടുക്കുന്നു. മറിച്ച്
അപ്പുറത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹഫീസ് സയ്യിദിനെ മാത്രമല്ല, സൈഫുള്ള ഖസൂരി ഇന്ത്യ ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരനാണ്. ഈ ഹഫീസ് സയ്യിദിനെ അത്ര പെട്ടെന്ന് പിടികൊടുക്കാൻ കഴിയില്ല. കാര്യം ഹഫീസ് സയ്യിദ് 33 വർഷം പാകിസ്ഥാന്റെ ജയിലിലാണ് എന്ന് പറഞ്ഞു പാകിസ്ഥാൻ എല്ലാവിധ പ്രൊട്ടക്ഷനും കൊടുത്ത് ഒരു വലിയ കോട്ടയ്ക്കുള്ളിൽ ഈ പറഞ്ഞതുപോലെ ജനനിബിഡമായ ഒരു നഗര ചത്തുരത്തിനുള്ളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അബോട്ടാബാദിലെ പോലെ അത്ര ഈസിയായ ഒരു ഓപ്പറേഷൻ ആയിരിക്കില്ല. പക്ഷേ സൈഫുള്ള ഖസൂരി, അതേപോലെ ഹാഷിം മൂസ, ഇവരെയൊക്കെ പിടിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ടാർഗറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുള്ള സമയം മാത്രമാണ് ഈ എടുക്കുന്നത്. അതിന് നമ്മൾ ഇത്ര പെട്ടെന്ന് തിരിച്ചടിക്കണം, 2 ദിവസത്തിനുള്ളിൽ തിരിച്ചടിക്കണം എന്ന് പറയുന്നത് ഒട്ടും ഒരു സൈനിക നീക്കത്തെ സംബന്ധിച്ചുള്ള കാര്യമായ ധാരണയില്ലായ്മയിൽ നിന്നുണ്ടാവുന്നതാണ് എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ഈ നീക്കം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 2 ലക്ഷ്യങ്ങളുണ്ടാവാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഈ ടെററിസ്റ്റ് ബന്ധം, പാകിസ്ഥാൻ്റെ തന്നെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സ്കൈ ന്യൂസിൽ നൽകിയ റിപ്പോർട്ടിങ്ങിലൂടെ, സ്കൈ ന്യൂസിൽ നൽകിയ അഭിമുഖത്തിലൂടെ ലോകത്തോട് വെളിപ്പെടുത്തിയതാണ്. ഞങ്ങളാണ് ഈ ഡേർട്ടി കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ദശകങ്ങളായി എന്നവർ തുറന്ന് വെളിപ്പെടുത്തിയതാണ്. അതിന് കൈയോടെ കൃത്യമായ തെളിവ് സഹിതം കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ലഷ്കർ ഇ തൊയ്ബയുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കണം, അതിന് റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ പാക് ഒക്കുപൈഡ് കാശ്മീരിലെ ട്രെയിനിങ് സെൻ്ററുകൾ ആക്രമിക്കണം. അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? തുർക്കിയിൽ നിന്ന് ആയുധങ്ങൾ മാത്രമല്ല വാങ്ങുന്നത്, ഫുഡ് പാക്കറ്റുകളും വാങ്ങി അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഒരു അറ്റാക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവാം. പക്ഷേ ഇന്ത്യ ഒരു ഓൾ ഔട്ട് വാറിനൊന്നും പോകുന്നില്ല. ഇന്ത്യ വളരെ കൃത്യമായ കണക്കുകൂട്ടിയുള്ള തിരിച്ചടിയായിരിക്കും കൊടുക്കുക. അത് പാകിസ്ഥാൻ്റെ മർമ്മത്തായിരിക്കും കൊടുക്കുക. ഇന്ത്യക്ക് ഒറ്റ കാര്യമേ വേണ്ടുള്ളൂ, പാകിസ്ഥാൻ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമേ അല്ല ഇന്ത്യ. കാരണം പാകിസ്ഥാൻ നശിച്ചാൽ, പാകിസ്ഥാനിൽ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഇല്ലെങ്കിൽ, പാകിസ്ഥാൻ്റെ ആർമിയും പാകിസ്ഥാൻ്റെ റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റുകളും ജിഹാദികളും പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെയുള്ള എന്നേക്കുമായുള്ള തലവേദനയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇന്ത്യ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. വാജ്പേയി അല്ലേ പറഞ്ഞത്, നമുക്ക് അയൽക്കാരനെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരിക്കലും ഒരു അയൽക്കാരനെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ കഴിയും. അയൽക്കാരനായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അയൽക്കാരൻ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യ നേരിടാൻ പോകുന്നത് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നുള്ള പ്രോക്സി വാറുകളെയാണ്. ആ പ്രോക്സി വാറിനെ നേരിടാനുള്ള തീവ്രമായ ശ്രമമാണ് ഇന്ത്യ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സൈനിക നീക്കവും സൈനികേതര നീക്കവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, നമ്മളിന്ന് ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്, വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതിലൊന്നാണ് ആഗ്രയിലെ DRDA മധ്യപ്രദേശിലെ ഷിയോർപൂരിൽ ഇന്നൊരു പ്രധാനപ്പെട്ട ലോഞ്ചിങ് നടത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അത് എയർഷിപ്പ് പ്ലാറ്റ്ഫോമിൻ്റെ ലോഞ്ചിങ് ആണ്. എന്താണ് എയർഷിപ്പ് പ്ലാറ്റ്ഫോമിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ പ്രത്യേകത? നമ്മൾ ഇസ്രായേലിലെ ഡോമിനെ കുറിച്ച് പറയാറുണ്ട്, എങ്ങനെയാണ് പലസ്തീനിൽ നിന്നുള്ള ഹമാസിൻ്റെ ആക്രമണങ്ങളെ ഇസ്രായേൽ പ്രതിരോധിക്കുന്നതെന്ന്. നമുക്കിന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള ഒരു നിരീക്ഷണ സംവിധാനം വരികയാണ്. 19 കിലോമീറ്റർ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ മേഖലയിൽ നമുക്കൊരു എയർഷിപ്പ് സംവിധാനം വരികയാണ്. അവിടെ നിന്ന് അതിർത്തിയിൽ നിന്ന് വരുന്ന, അതിർത്തിക്കപ്പുറത്തു നിന്ന് വരുന്ന ഏതു നീക്കത്തെയും കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു സർവൈലൻസ് മെക്കാനിസം, ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇന്നുണ്ടാവുകയാണ്. അതാണ് എയർഷിപ്പ് പ്രോഗ്രാം. ആ എയർഷിപ്പ് സിസ്റ്റം നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട സൈനിക നേട്ടമായി തന്നെ നമ്മൾ കണക്കാക്കണം. ചുരുക്കത്തിൽ ഇന്ത്യ പാതി വിജയിച്ചിരിക്കുന്ന ഒരു യുദ്ധത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പാകിസ്ഥാന്റെ ലക്ഷ്യത്തെ തന്നെ നമ്മൾ തകർത്തിരിക്കുന്നു. ഇനി ഇതിന് കാരണക്കാരായവരെ അവരുടെ ഇടങ്ങളിൽ പോയി തിരഞ്ഞുപിടിക്കുക എന്നതാണ് വേണ്ടത്. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ അതുകൊണ്ട് തന്നെ വിശ്വാസം അർപ്പിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞ വാചകം എന്താ? ഇപ്പോഴും നമ്മുടെ മുന്നിലില്ലേ പ്രധാനമന്ത്രി പറഞ്ഞ വാചകം? ഏത് ലോകത്തിൻ്റെ കോണിൽ പോയിരുന്നാലും തിരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് നമ്മൾ ശിക്ഷിച്ചിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീതി നിറവേറ്റിയിരിക്കും എന്ന് പറയുന്ന പ്രധാനമന്ത്രിയിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വാക്കുകൾ ഇങ്ങനെയാണ്, മധുബനിയിലെ വാചകം: ടുഡേ ഫ്രം ദ സോയിൽ ഓഫ് ബീഹാർ ഐ സേ ടു ദ ഹോൾ വേൾഡ്, ഇന്ത്യ വിൽ ഐഡന്റിഫൈ, ഇന്ത്യ തിരിച്ചറിയും, ട്രാക്ക് ചെയ്യും, ഞങ്ങൾ പിന്തുടരും, ആൻഡ് പണിഷ്, ശിക്ഷിക്കും, എവരി ടെററിസ്റ്റ് ആൻഡ് ദെയർ ബാക്കേഴ്സ്, ഓരോ തീവ്രവാദിയെയും ആ തീവ്രവാദിയെ പിന്തുണയ്ക്കുന്നവരെയും. വി വിൽ പെർസ്യൂ ദം ടു ദ എൻഡ്സ് ഓഫ് ദി എർത്ത്, ഞങ്ങൾ അവരെ ഭൂമിയുടെ ഏതറ്റം വരെയും പിന്തുടർന്ന് പിടിക്കുമെന്ന് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ, ഉറിയിലും ഈ പറയുന്ന പുൽവാമയിലുമൊക്കെ തിരിച്ചടി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ പഹൽഗാമിലെ വിഷയത്തിലും ഇന്ത്യ പകരം വീട്ടിയിരിക്കും. അതിനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. അതൊരു പൂർണ്ണ യുദ്ധത്തിലെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് എന്നേക്കുമായി ഈ പ്രോക്സി വാർ, ഇന്ത്യക്കെതിരെയുള്ള പ്രോക്സി വാർ അവസാനിപ്പിക്കാനുള്ള ലഷ്കർ ഇ തൊയ്ബയുടെ കേന്ദ്രങ്ങളും ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങളും നോട്ടമിട്ടുകൊണ്ടുള്ള ഒരു അറ്റാക്കിനായിരിക്കും ഒരുപക്ഷെ ശ്രമിക്കുക. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഇതുവരെയുള്ള എല്ലാ നീക്കങ്ങളും അതിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. Meet the editors.